നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് പഠിച്ചു. ഇനി നമുക്കത് പഠിക്കേണ്ടത് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. നമ്മൾ എവിടെയൊക്കെയോ ഈ ബയോടെക്നോളജി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ അപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ് വരുന്നത്? അതാണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. Where we are applying a biotechnology. നമ്മൾ എവിടെയൊക്കെയാണ് ഏതൊക്കെ ഫീൽഡിലാണ് ബയോടെക്നോളജി അപ്ലൈ ചെയ്യുന്നത്? ഓക്കെ, നമ്മളൊരു ബയോടെക്നോളജിക്കൽ പ്രോഡക്റ്റ് നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. നമ്മൾ പഠിച്ചിട്ടില്ല, ഇതുവരെ കേട്ടിട്ടില്ല ഏതെങ്കിലും ഒരു ബയോടെക്നോളജിക്കൽ പ്രോഡക്റ്റ് ഇങ്ങനെ ഓർത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ബയോടെക്നോളജി വഴി ഉണ്ടാക്കിയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അല്ലേ. BT കോട്ടൺ, BT ബ്രിഞ്ചോൾ എന്നൊക്കെ നമ്മൾ പത്രങ്ങളിലെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഒരു കാലത്ത് നമ്മുടെ മാർക്കറ്റിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു BT ബ്രിഞ്ചോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ രസകരമായിട്ടുള്ള പ്രോഡക്റ്റിനെ ഉണ്ടാക്കിയാൽ നമ്മൾ ഉപയോഗിച്ച ഒരു ടെക്നിക്കായിരുന്നു അത് ബയോ ടെക്നോളജി. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ പ്രോഡക്റ്റ് ഈ പറഞ്ഞ രീതിയിലുള്ള പ്ലാന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത് ഈ പ്ലാന്റ്സിന് ഉണ്ടാക്കുന്ന ഏരിയ, ദാറ്റ് വി കോൾ ദ അഗ്രികൾച്ചർ അല്ലേ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഏരിയ അഗ്രികൾച്ചറൽ ഫീൽഡ് ആയിരിക്കും. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ. റെഡി? അഗ്രികൾച്ചർ ഫീൽഡ് മാത്രമല്ല, പിന്നെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഇൻസുലിൻ ഉണ്ടാക്കിയിട്ടുണ്ട് ബയോടെക്നോളജി വഴി. പഠിച്ചിട്ടില്ലേ? മൈക്രോബ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇൻസുലിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡ് ആയിരിക്കും. ഓക്കെ, മെഡിക്കൽ ഫീൽഡ്. അതേപോലെ നമ്മൾ ബയോടെക്നോളജി അപ്ലൈ ചെയ്യുന്ന മറ്റൊരു ഏരിയ ആണ് ഹെൽത്ത് കെയർ. ആൻഡ് ദ ലാസ്റ്റ് ഏരിയ, നമ്മൾ ബയോടെക്നോളജി വഴി നമ്മൾ പറഞ്ഞു ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രോഡക്റ്റിനൊക്കെ വിളിക്കുന്ന പേര്, നമ്മൾ ബയോടെക്നോളജി വഴി ഉണ്ടാക്കുന്ന ഓരോ പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേര് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം അല്ലെങ്കിൽ GMO എന്ന് വിളിക്കും. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ഈ പറഞ്ഞ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ ഡെവലപ്മെന്റ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഓർ GMO. ഡെവലപ്മെന്റ് ഓഫ് GMO. ഓക്കെ അല്ലേ? ഡെവലപ്മെന്റ് ഓഫ് GMOs. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ബയോടെക്നോളജി എന്ന് പറയുന്ന പ്രോസസ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. Where we are applying biotechnology in the field of agriculture, medicine, healthcare, development of genetically modified organisms. Okay, ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിൽ വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും പഠിക്കുന്നത്. നമുക്ക് ഒട്ടാകെ പഠിക്കാൻ ഇത്ര മാത്രമേ ഉള്ളൂ. അഗ്രികൾച്ചർ ഫീൽഡിൽ നമ്മൾ എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ടാക്കി, അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്തായിരുന്നു. മെഡിക്കൽ ഫീൽഡിലെ പ്രോഡക്റ്റ്, ഹെൽത്ത് കെയറിന് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, അതേപോലെ തന്നെ എന്തൊക്കെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസമാണ് നമ്മൾ ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. റെഡിയല്ലേ? ഇതൊക്കെ പറയുന്നതിന് മുൻപ് നമ്മൾ ഈ ബയോടെക്നോളജി ഇപ്പോൾ +2 പഠിച്ചു. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ ബയോടെക്നോളജി ഒരു എക്സ്പേർട്ട് ആവാൻ വേണ്ടിയിട്ട് ബയോടെക്നോളജിയിൽ ഡിഗ്രി എടുത്തു. BSc ബയോടെക്നോളജി പഠിച്ചു, MSc ബയോടെക്നോളജി ഒക്കെ പഠിച്ച് നമ്മൾ നേരെ ഈ MSc ഒക്കെ കഴിഞ്ഞാൽ PG ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെയ്യുന്നത്, കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ നേരെ റിസർച്ച് ചെയ്യാൻ വേണ്ടി പോകും അല്ലേ. റിസർച്ച് ചെയ്യണം. നമുക്ക് ഡോക്ടറേറ്റ് കിട്ടണമെങ്കിൽ റിസർച്ച് ചെയ്യണം. ഓക്കെ, ഈ റിസർച്ച് നമ്മൾ എന്ത് ചെയ്യണ്ടേ? ബയോടെക്നോളജിയിൽ ഏത് സാധനത്തെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യണ്ടേ? ഓക്കെ, അപ്പോൾ നമുക്കറിയണം വാട്ട് ആർ ദ റിസർച്ച് ഏരിയാസ് ഓഫ് ബയോടെക്നോളജി. റെഡിയാണോ? അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എവിടെയൊക്കെയാണ് നമ്മൾ ബയോടെക്നോളജി അപ്ലൈ ചെയ്യുന്നത്. Where we are applying the biotechnology. എവിടേക്കാന്ന് പറഞ്ഞേ? അഗ്രികൾച്ചർ ഫീൽഡ്,
മെഡിക്കൽ ഫീൽഡ്, ഹെൽത്ത് കെയർ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് GMOs. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് ബയോടെക്നോളജിയുടെ റിസർച്ച് ഏരിയാസ്? What are the major research areas of biotechnology? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റിസർച്ച് ഏരിയ, നല്ലൊരു ഓർഗാനിസത്തിന്, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് ഡെവലപ്പ് ചെയ്യാം അല്ലേ? പ്രൊവൈഡ് ദ ബെസ്റ്റ് കാറ്റലിസ്റ്റ്, in the form of a genetically modified organism. അല്ലേ? നല്ലൊരു കാറ്റലിസ്റ്റിനെ, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഫസ്റ്റ് റിസർച്ച് ഏരിയ. പ്രൊവൈഡ് ദ ബെസ്റ്റ് കാറ്റലിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ഓക്കെ. രണ്ടാമത്തെ റിസർച്ച് ഏരിയ എന്ന് പറയുന്നത്, നമ്മളൊരു ഓർഗാനിസത്തിനെ ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള, നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെ ഡെവലപ്പ് ചെയ്തെടുത്തു. ഈ ഓർഗാനിസത്തിന് ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ, ആ ഡെവലപ്പ് ചെയ്ത ഓർഗാനിസത്തിന് പറ്റുന്ന ഒരു കണ്ടീഷൻ കൂടി ഉണ്ടാക്കിയെടുക്കട്ടെ. അതിന് വളരാൻ ആവശ്യമായിട്ടുള്ള, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കൂടി ഡെവലപ്പ് ചെയ്തെടുക്കട്ടെ. അപ്പൊ അത് രണ്ടാമത്തെ റിസർച്ച് ഏരിയ എന്ന് പറയുന്നത്, ഈ ഓർഗാനിസത്തിന് പറ്റുന്നൊരു കണ്ടീഷൻ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ. അപ്പൊ രണ്ടാമത്തത് create optimum condition for the GMOs act. നമ്മുടെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സൂട്ടബിൾ കണ്ടീഷനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ. അങ്ങനെ ഡെവലപ്പ് ചെയ്താൽ, നമ്മളൊരു ഓർഗാനിസം ഉണ്ടാക്കി, അതുപോലെ തന്നെ ഒരു സ്യൂട്ടബിൾ കണ്ടീഷനും ഡെവലപ്പ് ചെയ്തു. ഈ രണ്ട് കണ്ടീഷനും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങൂലേ? ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചേ, നമ്മളെ പ്രിൻസിപ്പിളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് നടത്തണം. അപ്പോൾ നമ്മൾ അതിനും കൂടി ഡെവലപ്പ് ചെയ്യണം അല്ലേ? നല്ലൊരു ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് മെത്തേഡും കൂടി ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ റിസർച്ച് ഏരിയ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ബയോടെക്നോളജിയിൽ മെയിനായിട്ട് 3 റിസർച്ച് ഏരിയ ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുവരെ നടത്തിയിരിക്കുന്നത് ഫസ്റ്റ് റിസർച്ച് ഏരിയ എന്ന് പറയുന്നത്, പ്രൊവൈഡ് ദ ബെസ്റ്റ് കാറ്റലിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. സെക്കൻഡ് വൺ, ക്രിയേറ്റ് ഒപ്റ്റിമം കണ്ടീഷൻസ് ഫോർ ദ GMOs ടു ആക്ട്. ആൻഡ് തേർഡ് വൺ, downstream processing. Okay, പഠിച്ച മറക്കണ്ട. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് where we are applying biotechnology. നമുക്ക് പഠിക്കാനുള്ളത് 4 ഫീൽഡാണ്. ഏതൊക്കെ? അഗ്രികൾച്ചർ ഫീൽഡ്, മെഡിക്കൽ ഫീൽഡ്, ഹെൽത്ത് കെയർ, ദെൻ ഡെവലപ്മെന്റ് ഓഫ് GMOs. ഇത് മാത്രമല്ല, നമ്മളൊരു ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ. ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ഫോർ ദ ഫോർമേഷൻ ഓഫ് ഫ്യൂവൽസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ പർപ്പസ് ഉണ്ട്. ഓക്കെ. ഇങ്ങനെ വേറെ ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. നമ്മൾ പഠിക്കാനുള്ളത് 4 എണ്ണം. രണ്ടാമത് നമ്മൾ പഠിച്ചത് റിസർച്ച് ഏരിയ. വാട്ട് ആർ ദ റിസർച്ച് ഏരിയാസ് ഓഫ് ബയോടെക്നോളജി? വാട്ട് ആർ ദ കീ റിസർച്ച് ഏരിയാസ് ഓഫ് ബയോടെക്നോളജി? ഈ 3 എണ്ണം. പ്രൊവൈഡ് ദ ബെസ്റ്റ് കാറ്റലിസ്റ്റ്, ക്രിയേറ്റ് ഒപ്റ്റിമം കണ്ടീഷൻ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ റിസർച്ച് ചെയ്തിട്ട് ഒരുപാട് പ്രോഡക്ട്സിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ പ്രോഡക്ട്സും അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണ്? ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ വരുന്ന എവിടെയാ? ഫസ്റ്റ് ആപ്ലിക്കേഷൻ അഗ്രികൾച്ചർ ഫീൽഡിൽ. വാട്ട് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ? Okay, application of biotechnology in agricultural field. അപ്പോൾ അഗ്രികൾച്ചർ ഫീൽഡിൽ നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡ് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഗ്രീൻ റവല്യൂഷൻ. കേട്ടിട്ടുണ്ടോ? ഗ്രീൻ റവല്യൂഷൻ. ഓക്കെ. ഹരിത വിപ്ലവം. വാട്ട് ഈസ് ഗ്രീൻ റവല്യൂഷൻ? വാട്ട് ഈസ് ഗ്രീൻ റവല്യൂഷൻ? increasement in the production, increasement of production in the field of agriculture. അല്ലേ? അഗ്രികൾച്ചർ ഫീൽഡിലുള്ള ഒരു വളർച്ച, അതിനെ വിളിക്കുന്ന പേരാണെന്ന് തോന്നുന്നു ഗ്രീൻ റവല്യൂഷൻ. ഹു ഈസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ?
father of green revolution is scientist Norman E. Borlaug. നോർമാൻ ഇ ബൊർലോഗ് ആണ് ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സെമി ഡോർഫ് വെറൈറ്റി ഓഫ് വീറ്റ് ഡെവലപ്പ് ചെയ്തിട്ടാണ് നോർമാൻ ബോർലോഗിനെ നമ്മൾ ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്തൊക്കെയായിരിക്കും? നോർമലി നമ്മൾ ചെയ്യുന്ന രണ്ട് അഗ്രികൾച്ചർ പ്രാക്ടീസാണ്, നമ്മൾ ചെയ്യുന്ന രണ്ട് കൃഷി രീതി ഉണ്ട് അല്ലേ. ഒന്ന്, നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്യുന്ന കൃഷി. ഓക്കെ, നാച്ചുറൽ ഫെർട്ടിലൈസർ ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന അഗ്രികൾച്ചർ പ്രാക്ടീസിന് വിളിക്കുന്ന പേരാണ് ഓർഗാനിക് ഫാമിംഗ്. ഓക്കെ, ഓർഗാനിക് ഫാമിംഗ്. മറ്റൊന്ന്, നമ്മൾ കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന അഗ്രികൾച്ചർ പ്രാക്ടീസ് വിളിക്കുന്ന പേര് ആഗ്രോ കെമിക്കൽ ബേസ്ഡ് ഫാമിംഗ്. ആഗ്രോ കെമിക്കൽ ഫാമിംഗ്. ഓക്കെ, ഈ രണ്ട് ഫാമിംഗ് മെത്തേഡാണ് ആര് യൂട്ടിലൈസ് ചെയ്തത്? നോർമാൻ ബോർലോഗ്. ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ആ ഒരു സമയം കൊണ്ട് തീർന്നായിരുന്നു? ഇല്ല, ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം എന്ന് പറയുന്ന പ്രോസസ്സ് ഇല്ലേ. നമ്മുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് നമ്മളിങ്ങനെ അതിന് മാക്സിമം പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള കൃഷി രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും നമ്മൾ ചില ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അത് ഓർഗാനിക് ഫാമിംഗ്. വാട്ട് ഇസ് ഓർഗാനിക് ഫാമിംഗ്? What is organic farming? Agricultural practice by using natural fertilizers. Okay. What is agrochemical based farming? Agrochemical based farming means agricultural practice by using chemical fertilizers. Ready ആണോ? ഇനി ഈ രണ്ട് പ്രോസസ്സിന്റെയും മെറിറ്റ് നോക്കി അല്ലെങ്കിൽ ഡിമെറിറ്റ് നോക്കിക്കേ. ഓർഗാനിക് ഫാമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് വിചാരിച്ചോ. നമ്മുടെ വീട്ടിൽ ഒരു പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്, ഒരു വെജിറ്റബിൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഈ വെജിറ്റബിൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കൗഡങ്ങ്, ചാണകം, പച്ചിലവളം, ഓക്കെ, ലീഫ് പാർട്സ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡീകമ്പോസ്ഡ് മെറ്റീരിയൽസ് ഒക്കെയാണ്, ഫെർട്ടിലൈസേഴ്സ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവും? ഓർഗാനിക് ഫാമിങ്ങിന്റെ അല്ലെങ്കിൽ നാച്ചുറൽ ഫെർട്ടിലൈസർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫാമിംഗ് മെത്തേഡ് വഴി ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി വളരെ 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 കൂടുതലായിരിക്കും അല്ലേ. നല്ല സാധനമായിരിക്കും. ഓക്കെ, പക്ഷേ നമുക്ക് എത്രയേ കിട്ടൂ? ക്വാണ്ടിറ്റി എത്ര ഉണ്ടാവും? അതിൻ്റെ വളരെ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഓർഗാനിക് ഫാമിങ്ങിന്റെ മെറിറ്റ് ഇറ്റ് പ്രൊഡ്യൂസ് എ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്. പക്ഷേ അതിന് ഒരു ഡിമെറിറ്റും കൂടി ഉണ്ട്. എത്രയേ കിട്ടുള്ളൂ? ബട്ട് ദ പ്രോഡക്റ്റ് ഈസ് very low. Quantity is very low. Quality is high, but the quantity is low. Okay. Agrochemical based farming നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലായിരിക്കും അല്ലേ. നമുക്ക് നല്ലപോലെ പ്രോഡക്റ്റ് കിട്ടും, പക്ഷെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ചീപ്പായിരിക്കും. നമ്മളിപ്പോൾ കടയിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്ന വെജിറ്റബിൾസിന്റെ ഒരു ക്വാളിറ്റി നോക്കിയാൽ മതി. വളരെ ചീപ്പായിട്ടുള്ള ക്വാളിറ്റി ഉള്ള, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സാധനമായിരിക്കും, പക്ഷേ ക്വാളിറ്റി ചീപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ. ഓർഗാനിക് ഫാമിംഗ് ക്യാൻ പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി ബട്ട് ലോ ക്വാണ്ടിറ്റി. അഗ്രോകെമിക്കൽ ബേസ്ഡ് ഫാമിംഗ് ക്യാൻ പ്രൊവൈഡ് ഹൈ ക്വാണ്ടിറ്റി ബട്ട് ലോ ക്വാളിറ്റി. നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ള പ്രൊഡക്റ്റാ? ഈ ഓർഗാനിക് ഫാമിംഗ് വഴി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണോ, അല്ല ആഗ്രോ കെമിക്കൽ ബേസ്ഡ് ഫാമിംഗ് വഴി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണോ? നമ്മൾക്കിത് രണ്ടും ചേർന്നിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടണ്ടേ അല്ലേ. നമ്മൾക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കിട്ടണം, നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുകയും വേണം. നമ്മളങ്ങനെ ആഗ്രഹിക്കുക. നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുറേ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യണ്ടേ. ആ മെത്തേഡാണ് ആര് നമ്മൾ ഇതുവരെ പഠിച്ച നമ്മുടെ മെത്തേഡ്. ദാറ്റ് വി കോൾ റീകോംബിനന്റ് DNA ടെക്നോളജി, RDNA ടെക്നോളജി. Okay, recombinant DNA technology. That is biotechnology or genetic engineering. Recombinant DNA technology. Clear ആണോ? അപ്പോൾ എക്സാമിന് ചോദിക്കുന്നു, what are the ways of green revolution?
What are the ways of green revolution? What are the ways of green revolution? One is organic farming, then agrochemical based farming, and third one is biotechnology or recombinant DNA technology. ക്ലിയർ ആണോ? ഈ പറഞ്ഞ മെത്തേഡ് വഴിയാണ്, ഈ പറഞ്ഞ അഗ്രികൾച്ചർ പ്രാക്ടീസ് വഴിയാണ് നമ്മൾ പ്രോഡക്റ്റിനെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം കിട്ടുന്ന ചോദിച്ചാൽ, സപ്പോസ് നിങ്ങളാണ് ഒരു ബയോടെക്നോളജിസ്റ്റ്, നിങ്ങൾക്കൊരു അവസരം കിട്ടുന്നു ഒരു അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, എന്ത് ക്വാളിറ്റി ഉണ്ടാക്കണം എന്നായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുക? ഒരു ബയോടെക്നോളജിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ പ്രോഡക്റ്റിന് എന്ത് ക്വാളിറ്റി ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും? ഓക്കെ, ആലോചിച്ച് വെച്ചോ, എന്തൊക്കെ ക്വാളിറ്റീസ് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിന് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കും. ഓക്കെ, അതൊക്കെയായിരിക്കും ഒരു ബയോടെക്നോളജിയുടെ ഒബ്ജക്റ്റീവ്സ്. ഏത് ഫീൽഡിൽ? അഗ്രികൾച്ചർ ഫീൽഡിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പഠിക്കേണ്ടത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോടെക്നോളജി ഇൻ അഗ്രികൾച്ചർ. What are the objectives of biotechnology in agriculture? അഗ്രികൾച്ചർ ഫീൽഡിൽ ബയോടെക്നോളജിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്, നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ മക്കളെ? ഉണ്ടാക്കുന്ന ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് കൃഷി നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ വെതർ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എപ്പോഴും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലേ? നമ്മളൊരു നല്ല വെതർ കണ്ടീഷനിൽ അഗ്രികൾച്ചർ ചെയ്യാൻ വേണ്ടി തുടങ്ങി, പക്ഷേങ്കിൽ എപ്പോഴും കണ്ടീഷൻ നമ്മൾക്ക് അനുകൂലമായിട്ട് നിൽക്കണം നിർബന്ധമില്ലല്ലോ. ഒരു പ്രതികൂലമായിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഓക്കെ, നമ്മുടെ വെതർ അൺഫേവറബിൾ ആണെങ്കിൽ നമ്മൾ ചെയ്ത കൃഷിയെല്ലാം നശിച്ചു, അല്ലേ? നമ്മളിപ്പോൾ നോർമലി നെൽകൃഷി ചെയ്യുമ്പോൾ, പാഡി കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കണക്കൂട്ടലിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഒരു ദിവസം നല്ല മഴ പെയ്താൽ, നമ്മൾ വെയിലുണ്ടാവേണ്ട സമയത്ത് നല്ലൊരു മഴ പെയ്താൽ, വിത്തിട്ടിട്ട് കുറച്ച് കഴിഞ്ഞ പാടെ നല്ല മഴ, വിത്തിങ്ങനെ മുളച്ച് വന്നതേ ഉള്ളൂ, വെള്ളം നിറഞ്ഞ് കെട്ടിക്കിടക്കുന്നു, നമ്മളിട്ട വിത്തലും ചത്തൂലേ, എല്ലാം നശിച്ചു പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നതിനറിയോ, ഇനി എന്ത് മഴ വന്നാലും വെയിൽ വന്നാലും ഇനി എന്ത് തണുപ്പാണെങ്കിലും ഇതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ അത് നല്ല പ്രോഡക്റ്റ് ആയിരിക്കും, അല്ലേ? എല്ലാ പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ വേണ്ടി പറ്റുന്ന, എല്ലാ അബയോട്ടിക് സ്ട്രെസ്സിനെയും റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അത് നല്ല പ്രോഡക്റ്റ് ആയിരിക്കും. ക്ലിയർലേ? അപ്പൊ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കൂലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് അത് തന്നെയായിരുന്നു. എന്തോന്ന്? Made crops more tolerant to abiotic stresses. Okay, ready? ഏത് സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ, ഏത് സ്ട്രെസ്ഫുൾ കണ്ടീഷനെയും റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണെങ്കിൽ അത് നല്ല പ്ലാന്റ്, നല്ല പ്രോഡക്റ്റ് ആയിരിക്കും. റെഡി? ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവായ ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റ്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സപ്പോസ് നമ്മളൊരു പ്ലാന്റിന് ഉണ്ടാക്കി വിചാരിച്ചു, ആ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരുപാട് ഇൻസെക്ട്സ് ഉണ്ട്, പെസ്റ്റ് ഉണ്ട്. ഈ പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്ലാന്റ് ആണെങ്കിൽ, ഈ പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്തിട്ടെങ്കിൽ കുഴപ്പമെന്നറിയോ, ഒരു പെസ്റ്റ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ, പെസ്റ്റിനെ നമ്മൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് വാങ്ങിച്ചിട്ട് അടിക്കേണ്ടി വരും. ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ആരാണോ കൺസ്യൂം ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്ന ആൾക്ക് ഹാംഫുൾ ആണ്, അല്ലേ? ഇൻസെക്ട്സിന് മാത്രമല്ല, ആർക്കും ഹാംഫുൾ ആണ്. ഓക്കെ, നമ്മൾ പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്യുന്ന ആൾക്കും ഹാംഫുൾ ആണ്, അത് കഴിക്കുന്ന ആൾക്കും ഹാംഫുൾ ആണ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പെസ്റ്റിസൈഡ് വാങ്ങിച്ചിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിനെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? പകരം ഒരു പ്ലാന്റ് തന്നെ പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്താൽ, പെസ്റ്റിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്ലാന്റ്, ആ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആയിരിക്കും. നമുക്ക് പെസ്റ്റിസൈഡ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നല്ലതായിരിക്കും. റെഡി? അപ്പോൾ നമ്മൾക്ക് ആവശ്യം reduce reliance or dependence, reduced reliance on chemical pesticides, reduced reliance on chemical pesticides. പെസ്റ്റിസൈഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിനെ കുറക്കുക.
അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സിനെ തീരെ ഉപയോഗിക്കാത്ത രീതിയിലുള്ള ഒരു പ്ലാന്റ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. അപ്പോൾ നമ്മൾ നോക്കിക്കോ, ഫസ്റ്റ് വൺ, made crops more tolerant to abiotic stresses, then reduce dependence or reliance on chemical pesticides. മൂന്നാമത്തെ നോക്കുക, നമ്മുടെ സോയിലിൽ തന്നെ ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് അല്ലേ, നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ്. ഈ ഫെർട്ടിലൈസേഴ്സിന് ന്യൂട്രിയൻസിനെ മാക്സിമം അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ഈ പ്ലാന്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അഡീഷണൽ ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുമോ? ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. നമ്മുടെ സോയിലിനകത്ത് തന്നെ ഒരുപാട് സോഴ്സ് ഉണ്ട്. ആ സോഴ്സിനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റാതിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത്? അഡീഷണൽ ഫെർട്ടിലൈസേഴ്സിനെ ആഡ് ചെയ്യേണ്ടി വരുന്നത്. ഈ ഫെർട്ടിലൈസേഴ്സിനെ ആഡ് ചെയ്യുന്നതിന് പകരം ഈ സോയിലിനകത്തുള്ള ഫെർട്ടിലൈസേഴ്സിനെ, ന്യൂട്രിയൻസിനെ മാക്സിമം അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി, എഫിഷ്യൻസി ഉണ്ടാക്കിയെടുത്താൽ ആ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇൻക്രീസ് the efficiency of mineral usage by the plants. Okay, പ്ലാന്റ്സ് മാക്സിമം ന്യൂട്രിയൻസിനെ സോയിലിന് അബ്സോർബ് ചെയ്യുക, ആ അബ്സോർബ് ചെയ്ത ന്യൂട്രിയൻസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ആ യൂട്ടിലൈസ് ചെയ്തിട്ട് മാക്സിമം പ്രോഡക്റ്റ് ഉണ്ടാക്കുക. അങ്ങനെയുള്ള പ്ലാന്റ് ആയിരിക്കും നല്ലൊരു പ്ലാന്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവ് സെറ്റിൽ ചെയ്തു. ഓക്കെ, അടുത്ത നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, നമ്മുടെ മറ്റൊരു പ്രശ്നം നോക്കിയേ, ചില പ്രൊഡക്റ്റ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നശിച്ചു അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ടൊമാറ്റോ കേട്ടിട്ടുണ്ടോ? ടൊമാറ്റോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന, നമ്മുടെ വീട്ടിലൊരു തക്കാളി കൃഷി ഉണ്ടെങ്കിൽ, വേണ്ട തക്കാളി കൃഷിയൊന്നും വേണ്ട, ഒരു ചെറിയൊരു ചെടി ഉണ്ടെങ്കിൽ തക്കാളി ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്ലാന്റ് നമ്മൾ പ്രൊഡക്റ്റ് ഇതുവരെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ വീട്ടിലുള്ള തക്കാളിക്ക് നമ്മൾ നല്ല ചാണകവും അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ പച്ചിലവളവും കൃത്യമായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പ്ലാന്റിനെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ എത്രമാത്രം കെയർ ചെയ്താലും അതിനകത്ത് കിട്ടുന്ന തക്കാളിയിലെ ചിലപ്പോൾ ചെറുതായിരിക്കും. ഒരു കുഞ്ഞു തക്കാളി, നമ്മൾ എന്ത് നല്ല വൃത്തി നോക്കിയ സാധനം, തക്കാളിയുടെ സൈസ് ചെറുതായിരിക്കും. ഇനി വലുതിനാണെന്ന് വിചാരിച്ചോ, ആ തക്കാളി നമ്മൾ പറിച്ചിട്ട് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തിനുള്ളിൽ ആ തക്കാളി ചീഞ്ഞു പോകും, നശിച്ചു പോകും അല്ലേ. നേരെ മറിച്ച് നമ്മുടെ കടയിൽ വരുന്ന തക്കാളി നോക്കിക്കേ, ഏതോ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന സാധനം ഇല്ലേ, തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നു, നമ്മുടെ നാട്ടിൽ ഒരു ഹോൾസെയിൽ ഡീലറിൻ്റെ അടുത്തെത്തി, ആ ഹോൾസെയിൽ ഡീലറിൻ്റെ അടുത്ത് നമ്മുടെ റീറ്റെയിൽ, നമ്മുടെ അടുത്തുള്ള കടക്കാരൻ പോയിട്ട് അത് വാങ്ങിച്ചു. ആ വാങ്ങിച്ച തക്കാളി ആ റീറ്റെയിലർ ഓരോ വീടുകളിലേക്കും കിലോ കണക്കിലാക്കിയിട്ട് വിറ്റു. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് 1 കിലോ നമ്മൾ വാങ്ങിച്ചിട്ടെന്ന് വിചാരിക്കുക, ആ വാങ്ങിച്ച തക്കാളി ഒരു വർഷമല്ല, ഒരു ആഴ്ച നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ലേ മിനിമം. നമ്മളൊരു 1 കിലോ തക്കാളി വാങ്ങിച്ചിട്ട് ഒറ്റടിക്കാനെ മുറിച്ചിട്ട് അത് സാമ്പാർ വെച്ചിട്ട് കഴിക്കുമോ? ഇല്ല. നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ നമ്മുടെ വീട്ടിൽ ഓരോ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച് തീർക്കും. ഏകദേശം നമ്മുടെ ഈ തക്കാളിയുടെ ഒരു ലൈഫ് നോക്കിക്കേ, ഒരു 1 മന്ത് വേണ്ട പോട്ടെ, ഒരു 2 വീക്ക് ഉണ്ടാവില്ലേ. മക്കളെ, നമ്മുടെ വീട്ടിൽ നാച്ചുറൽ ഫെർട്ടിലൈസർ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3-4 ദിവസം. ഈ പറഞ്ഞ പ്രോഡക്റ്റിന് സെയിം ആണ്, അതും ടൊമാറ്റോ ആണ്, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയത് ടൊമാറ്റോ ആണ്. ഈ ടൊമാറ്റോയുടെ ലൈഫ് എന്ന് പറയുന്നത് മോർ ദാൻ 2 വീക്സ്. രണ്ടും തമ്മിൽ വ്യത്യാസം എന്നാ? ആദ്യം നമ്മൾ വീട്ടിലുണ്ടാക്കിയത് നമ്മൾ ഓർഗാനിക് ഫാമിംഗ് മെത്തേഡ് വഴിയാണ്, മറ്റേത് ഉണ്ടാക്കിയിരിക്കുന്നത് ആഗ്രോ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ടാണ്. രണ്ടിനും വ്യത്യാസമില്ലേ, ക്വാളിറ്റിയിൽ വ്യത്യാസമില്ലേ? ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ വീട്ടിൽ തക്കാളി പെട്ടെന്ന് ചീഞ്ഞു പോകണമെന്നാ. കുറേ കാലം സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു എങ്കിൽ അത് നല്ലതായിരുന്നു. ഓക്കെ, അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഒരു പ്രോഡക്റ്റ് പറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകാൻ വേണ്ടി പാടില്ല. റെഡ്യൂസ്ഡ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റെഡ്യൂസ്ഡ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ് എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേഷൻ കൂടി നമ്മൾ ഓവർകം ചെയ്തു അല്ലേ. നമ്മുടെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നമുക്ക് നോക്കാവേ. ഇനി നമ്മുടെ അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഇങ്ങനെ കുറെ ക്വാണ്ടിറ്റി കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല മക്കളെ. ആ ക്വാണ്ടിറ്റി
നല്ല ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ക്വാണ്ടിറ്റി കൂടിയാണെങ്കിൽ മാത്രമല്ലേ കാര്യമുള്ളൂ. ഓക്കെ, ഇപ്പൊ നല്ല നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലാണെങ്കിൽ റെഡി. ഇപ്പൊ നമ്മൾ നോക്കുക, നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന റൈസ് വെറൈറ്റി അതിനൊരു മിനിമം ന്യൂട്രീഷൻ ഉണ്ട്, അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് എത്ര എമൗണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളൂ അല്ലേ. പകരം നല്ല ഹൈ ന്യൂട്രീഷൻ വാല്യൂ ഉള്ള, ഒരുപാട് വൈറ്റമിൻ കണ്ടന്റ് ഉള്ള, ഒരുപാട് പ്രോട്ടീൻ ക്വാളിറ്റി ഉള്ള, ഫൈബേഴ്സ് ഉള്ള, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉള്ള ഒരു ടൈപ്പ് പ്രൊഡക്റ്റ് ആയിരുന്നുവെങ്കിൽ ആ പ്രൊഡക്റ്റ് നല്ലതാവുമായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ചില പ്രോഡക്ട്സിന്റെ ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ്. ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടാൻ വേണ്ടി പറ്റണം. ഓക്കെ, ന്യൂട്രീഷൻ വാല്യൂ കൂടുതലുള്ള പ്രോഡക്റ്റിനെ ഉണ്ടാക്കിയെടുക്കുക. അതാണ് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ്സ്. ദാറ്റ് വി കോൾ enhance nutritional value of food crops. Enhanced nutritional value of food crops. ഇതൊക്കെയാണ് നമ്മുടെ ബയോടെക്നോളജിയുടെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് 5 ഒബ്ജക്റ്റീവ് ആയിരുന്നു. First one, made crop more tolerant to abiotic stresses. Second one, reduce reliance on chemical pesticides. Third one, increase the efficiency of mineral usage by the plants. Fourth one, reduced post-harvest losses. And fifth one, enhanced nutritional value of food crops. Enhanced nutritional value of the food crops. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഒരു ഒബ്ജക്റ്റീവ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം പോരല്ലോ, നമ്മൾ ഈ ഓരോ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ഓരോ പ്രൊഡക്ട്സിന് ഉണ്ടാക്കിയെടുക്കണ്ടേ. അങ്ങനെ നമ്മൾ ചില പ്രോഡക്ട്സിനൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒബ്ജക്റ്റീവ് വെച്ചിട്ട്. നമ്മുടെ ന്യൂട്രീഷൻ വാല്യൂ കൂടുതലുള്ള ഫുഡ് ക്രോപ്സ്, ന്യൂട്രീഷൻ വാല്യൂ കൂടുതലുള്ള ഫുഡ് ക്രോപ്സിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫുഡ് ക്രോപ്പിന് എക്സാമ്പിൾ ഗോൾഡൻ റൈസ്. ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു റൈസ് വെറൈറ്റി ആണ്. ഇതിന്റെ പ്രത്യേകത വൈറ്റമിൻ എ എൻറിച്ച്ഡ് റൈസ് വെറൈറ്റി ആണ് ഗോൾഡൻ റൈസ്. വൈറ്റമിൻ എ കണ്ടന്റ് കൂടുതലുള്ള റൈസ് വെറൈറ്റി ആണ് ഗോൾഡൻ റൈസ്. വൈറ്റമിൻ എ എൻറിച്ച്ഡ് എന്ന് പറയാനുള്ള കാരണം ഇതിനകത്തൊരു ജീന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ റൈസിനകത്തൊരു ജീന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ ജീനാണ് ബീറ്റാ കരോട്ടീൻ ജീൻ. ഓക്കെ, ബീറ്റാ കരോട്ടീൻ ജീൻ. ഈ ബീറ്റാ കാരോട്ടിൻ ജീൻ നമ്മുടെ റൈസിൽ ബീറ്റാ കാരോട്ടിൻ പ്രൊഡ്യൂസ് ചെയ്യും. ബീറ്റാ കാരോട്ടിൻ എന്ന് പറയുന്നത് പിഗ്മെന്റ് ആണ്. ഓക്കെ, ഈ പിഗ്മെന്റ് നമ്മുടെ വൈറ്റമിൻ എ എന്ന് പറയുന്ന വൈറ്റമിന്റെ പ്രിക്കേഴ്സർ ആണ്. ഓക്കെ, വൈറ്റമിൻ എയുടെ പ്രിക്കേഴ്സർ ആണ് ബീറ്റാ കാരോട്ടിൻ. അപ്പൊ നമ്മൾ ഈ സാധനം കഴിച്ചാൽ, ഗോൾഡൻ റൈസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഗോൾഡൻ റൈസിനകത്ത് ബീറ്റാ കാരോട്ടീൻ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. ബീറ്റാ കാരോട്ടിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് എത്തി കഴിഞ്ഞാൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നേരിട്ട് മാറ്റും, വൈറ്റമിൻ എ ആയിട്ട് മാറ്റും. ഹെൻസ് ഗോൾഡൻ റൈസ് ഈസ് വൈറ്റമിൻ എ എൻറിച്ച്ഡ് റൈസ് വെറൈറ്റി എന്ന് പറയും. ക്ലിയർ ആണോ? കണ്ണിന് അസുഖങ്ങളുള്ളവർക്ക് ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത് അല്ലേ. കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. നമ്മുടെ ക്യാരറ്റിലൊക്കെ കാണുന്ന വൈറ്റമിൻ ആണ്, ക്യാരറ്റിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. ക്ലിയർ ആണോ? ഇങ്ങനെയുള്ള വൈറ്റമിൻ എ എൻറിച്ച്ഡ് റൈസ് വെറൈറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണെന്ന് തോന്നുന്നു ഗോൾഡൻ റൈസ്. ഗോൾഡൻ റൈസ് എന്ന് വിളിക്കാൻ വേണ്ടി കാരണം അതിന്റെ ഗ്രെയിൻസിന്റെ കളർ, നമ്മുടെ റൈസിന്റെ കളർ എന്ന് പറയുന്നത് ഗോൾഡൻ കളർ ആയതുകൊണ്ടല്ല, പകരം യെല്ലോ കളേർഡ് ആണ് ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, യെല്ലോ കളേർഡ് പിഗ്മെന്റ് ആണ് ബീറ്റാ കാരോട്ടീൻ. ഈ ബീറ്റാ കാരോട്ടീനുള്ള റൈസ് വെറൈറ്റി ആണ് ഗോൾഡൻ റൈസ്. ഗോൾഡൻ റൈസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്ത് വൈറ്റമിൻ എ പ്രൊഡ്യൂസ് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു നമ്മുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്തു ബൈ പ്രൊഡ്യൂസിങ് ഗോൾഡൻ റൈസ്. ഓക്കെ, റൈസ് ടെക് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കമ്പനിയാണ് ഗോൾഡൻ റൈസ് ഡെവലപ്പ് ചെയ്തത് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ് നോക്കുക, റെഡ്യൂസ്ഡ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കുക. നമ്മുടെ ടൊമാറ്റോ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ടൈപ്പ് ടൊമാറ്റോ ആണ് നമ്മുടെ ആവശ്യം, അല്ല ഈ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ടൊമാറ്റോ ആണ് നമ്മുടെ ആവശ്യം. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ തക്കാളിയുടെ ക്വാളിറ്റിയും തമിഴ്നാട്ടിൽ നിന്ന് വന്ന തക്കാളിയുടെ ലൈഫും അല്ലേ. ഇതേപോലെ ലൈഫ് കൂടുതലുള്ള ഒരു ടൊമാറ്റോനെ നമ്മൾ, ഷെൽ ലൈഫ് കൂടുതലുള്ള ഒരു ടൊമാറ്റോനെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ടൊമാറ്റോയുടെ പേരാണ് ഫ്ലേവർ സേവർ ടൊമാറ്റോ.
flavor, savor, tomato. Okay, FLAVOUR, flavor, SAVOUR, savor, അങ്ങനെയും സ്പെല്ലിംഗ് കാണാം. FLAVR, SAVR എന്ന് പറഞ്ഞിട്ട് സ്പെല്ലിംഗ് കാണാം. ഓക്കെ, വായിക്കേണ്ടത് ഫ്ലേവർ, സേവർ, ടൊമാറ്റോ. ഫ്ലേവർ, സേവർ, ടൊമാറ്റോ. ക്ലിയർ ആണോ? ഈ ഫ്ലേവർ, സേവർ, ടൊമാറ്റോന്റെ പ്രത്യേകത, പറിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഈ സാധനം ചീത്തയിൽ പോലെ. നമ്മുടെ ആപ്പിൾ കണ്ടിട്ടുണ്ടോ? ആപ്പിളിന്റെ പുറത്തേക്കൂടെ ഒരു വാക്സി കോട്ടിങ്, അതേപോലത്തെ ഒരു കോട്ടിങ് നമ്മുടെ ടൊമാറ്റോന്റെ പുറത്തേക്ക് കൂടി ഉണ്ട്. പക്ഷേങ്കിൽ ടൊമാറ്റോ പഴുക്കുമ്പോൾ ഈ കോട്ടിങ് പതിയെ പതിയെ ഇല്ലാണ്ടാവും. അപ്പോഴാണ് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നത് തക്കാളി, അല്ലേ? ടൊമാറ്റോ ചീഞ്ഞു പോകാനുള്ള കാരണം അതിന്റെ പുറത്തേക്കുള്ള വാക്സി കോട്ടിങ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതാണ്. ഈ നശിച്ചു പോകാനുള്ള കാരണം പോളിഗാലക്ടോറൈസ് എന്ന് പറഞ്ഞൊരു എൻസൈമാണ്. ആ എൻസൈം പ്രൊഡക്ഷനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത് ബയോടെക്നോളജി വഴി. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ടൊമാറ്റോയാണ് അത് ഫ്ലേവർ, സേവർ, ടൊമാറ്റോ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് എൻട്രാൻസ് ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് നമ്മൾ ഫുൾഫിൽ ചെയ്തു. ഇനി മറ്റൊരു ഒബ്ജക്റ്റീവ് നമ്മൾ ഫുൾഫിൽ ചെയ്തത് റെഡ്യൂസ്ഡ് ഡിപ്പെൻഡൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. കെമിക്കൽ പെസ്റ്റിസൈഡ്സിന്റെ യൂസ് നമ്മൾ മിനിമം ആക്കി മാറ്റുക, അല്ലെങ്കിൽ മാക്സിമം ഒഴിവാക്കുക, അല്ലേ? മാക്സിമം നല്ല പറ്റുമെങ്കിൽ ഫുള്ളായിട്ട് തന്നെ പെസ്റ്റിസൈഡ്സിനെ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കണമെങ്കിൽ പ്ലാന്റ് തന്നെ ആരെ റെസിസ്റ്റ് ചെയ്യണം? ഈ പെസ്റ്റിനെ, ഇൻസെക്ട്സിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യണം. അങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ നമ്മൾ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേര് എല്ലാ പ്ലാന്റും ആണ് BT പ്ലാന്റ്സ്. ഓക്കെ, എല്ലാ BT പ്ലാന്റ്സിന്റെയും പ്രത്യേകത, എസ്പെഷ്യലി BT കോട്ടൺ, BT ബ്രിഞ്ചോൾ, BT ക്യാബേജ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് BT ടൊമാറ്റോ, ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബയോടെക്നോളജി വഴി ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്റ്റ്. ബാസിലസ് തുരിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നും ജീനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനകത്ത് പെസ്റ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസെക്ട് റെസിസ്റ്റന്റ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അങ്ങനെ BT പ്ലാന്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. BT പ്ലാന്റ്സ് മാത്രമല്ല, അതേപോലെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്ലാന്റ് ആണ് ടൊബാക്കോ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഓരോ ഒബ്ജക്റ്റീവ്സും ഫുൾഫിൽ ചെയ്ത് ഇപ്പോഴും വരികയാണ്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് മറക്കണ്ട. ഫസ്റ്റ് വൺ, മെയ്ഡ് ക്രോപ്സ് മോർ ടോളറന്റ് ടു അബയോട്ടിക് സ്ട്രെസ്സസ്. Then reduced dependence on chemical pesticides. Then increase the efficiency of mineral usage by the plants. Fourth one, the reduced post-harvest losses. And fifth one, enhanced nutritional value of food crops. Enhancement in the nutritional value of food crops. Clear? അപ്പോൾ നമ്മൾ പഠിച്ചത് ബയോടെക്നോളജി ആപ്ലിക്കേഷൻ. നമ്മൾ ആദ്യം പഠിച്ചത് where we are applying biotechnology. നമ്മൾ എവിടേക്ക് ബയോടെക്നോളജി അപ്ലൈ ചെയ്യുന്നത്? One is in the field of agriculture, medical field, healthcare, and last one, development of genetically modified organism. Okay, then നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, what are the major research areas of biotechnology? First one, provide the best catalyst in the form of genetically modified organism. Second one, create optimum conditions for the genetically modified organisms to act. Third one, downstream processing. നമ്മുടെ ഫസ്റ്റ് ഫീൽഡ് നമ്മൾ സെലക്ട് ചെയ്തു, അഗ്രികൾച്ചർ ഫീൽഡ്. അഗ്രികൾച്ചർ ഫീൽഡിൽ ബയോടെക്നോളജിയുടെ അഡ്വാൻറ്റേജ് എന്നാ? ബയോടെക്നോളജിക്കൽ പ്രോസസ്സിന്റെ അഡ്വാൻറ്റേജ് അഗ്രികൾച്ചർ ഫീൽഡിൽ നമ്മൾ പറഞ്ഞു. ബിഫോർ ഇൻട്രൊഡ്യൂസിംഗ് ബയോടെക്നോളജി ഇൻ agriculture field mainly depends on two type of agriculture practices. One is organic farming and second one is agrochemical based farming. Organic farming can provide quality but low quantity, whereas agrochemical based farming can provide high quantity but low quality. We require both quality and quantity. It can produced by recombinant DNA technology or biotechnology. That is the advantage of biotechnology in agriculture. Biotechnology can provide
both quality and quantity in agriculture field. Okay. Then, what are the major objectives of biotechnology in agriculture? What are the objectives of biotechnology in agriculture? One is made crops more tolerant to abiotic stresses. Then, reduce dependence on chemical pesticides. Then, enhance the nutrition value of food crops. Then, increase the mineral usage by the plants. Increase the efficiency of mineral usage by the plants. Then, last one, reduced post-harvest losses. ഇങ്ങനെയുള്ള ഒരുപാട് ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്ത് ആ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കി. അതിൽ ഒന്നാമത്തെ പ്രൊഡക്റ്റ് നമ്മൾ പഠിച്ച പ്രൊഡക്റ്റ് ആയിരുന്നു ഗോൾഡൻ റൈസ്. ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്നല്ല, നമ്മൾ പഠിച്ച പ്രൊഡക്റ്റിൽ ഒന്നാമത്തെ പ്രൊഡക്റ്റ് ആയിരുന്നു ഗോൾഡൻ റൈസ്. വാട്ട് ഈസ് ഗോൾഡൻ റൈസ്? ഇറ്റ് ഈസ് എ വൈറ്റമിൻ എ എൻറിച്ച്ഡ് റൈസ് വെറൈറ്റി. They have beta carotene gene. Beta carotene act as the precursor for vitamin A. Then next product is flavor saver tomato. What is flavor saver tomato? It is a type of tomato having more shell life developed by biotechnology. They have more shelf life കൂടുതലുള്ള variety ആണ് flavor saver tomato. Then മറ്റൊരു പ്രൊഡക്റ്റ് ആയിരുന്നു നമ്മുടെ BT plants, BT cotton, BT brinjal എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്, അതുപോലെ തന്നെ ടൊബാക്കോ. ഇതിൻ്റെയൊക്കെ പ്രത്യേകത they are pest resistant or insect resistant plants. ഓക്കെ അല്ലേ?